Hello friends, എല്ലാവർക്കും അപ്പൂസ് കുക്ക് ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പൊട്ടുകടല ലഡു. അപ്പോൾ നമ്മളിലെ പലർക്കും അറിയാം പൊട്ടുകടല വളരെ ഹെൽത്തി ആണ്. ഇത് ഫുൾ ഓഫ് പ്രോട്ടീൻ ആണ്. പക്ഷേ ഇത് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ നമുക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും അല്ലേ? ഇത് ഇങ്ങനെ തന്നെ കൊടുത്താൽ ചിലപ്പോൾ അവർ കഴിക്കണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതൊരു ലഡു പോലെ ആക്കിയിട്ട് അവർക്ക് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടവർ കഴിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം പൊട്ടുകടലയാണ്. പിന്നെ ഒരു 200 ഗ്രാമോളം ശർക്കര പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും അവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ട്രിക്കാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പ്, ഒരു ഏലക്ക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പൊട്ടുകടല നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ഈ ശർക്കരയും പൊട്ടുകടലയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് നെയ്യ് ഉരുക്കി ഇതിലേക്ക് ചേർക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുള്ളവർ ഇത് പൊടിക്കുമ്പോൾ കൂടെ ചേർത്ത് പൊടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്കൊന്ന് വറുത്തെടുക്കണം. നമുക്കത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത ശേഷം നമുക്ക് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അമ്മയൊക്കെ ഇത് ഉണ്ടാക്കിയപ്പോൾ പഞ്ചസാര ചേർത്തിരുന്നത് പണ്ടൊക്കെ. അപ്പോൾ അന്നൊന്നും ഈ വൈറ്റ് ഷുഗറിൻ്റെ ഇത്രയും ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഷുഗറല്ല ഉപയോഗിക്കുന്നത്, പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറാനേ വേണ്ടൂ. കാരണം പൊട്ടുകടല ഓൾറെഡി ഫ്രൈഡ് ദാലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് ഇത് വറുത്തിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടി ഇതൊന്ന് വറുത്ത് കിട്ടിയാൽ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പറയാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് സിമീനാണ് പേര്. അപ്പോൾ സിമിക്ക് ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള പിള്ളേർക്കുള്ള ക്രാഫ്റ്റ്സാണ് ആ ചാനലിൽ. അപ്പോൾ ഞാൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമാവുന്നതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ശർക്കരയും ഏലക്കയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ആദ്യം പൊട്ടുകടല നന്നായി പൊടിച്ച ശേഷം ശർക്കര ഇട്ടിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ശർക്കരയിൽ നിന്നുള്ള ഈർപ്പ് ഇറങ്ങിയിട്ട് ഇതാകെ വെറ്റായി പോവും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പൊട്ടുകടലയും ഡ്രൈ ഫ്രൂട്ട്സും ശർക്കരയും ഏലക്കയും കൂടി നന്നായി പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടുകടല ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യം 2 ടേബിൾ സ്പൂൺ ചൂടാക്കിയ നെയ്യാണ്. ഞാനിവിടെ നെയ്യ് ഉരുക്കി വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ലഡു പോലെ ഉണ്ട പിടിക്കണം. ചൂടാറിയാൽ നമുക്ക് അത് പിടിക്കാൻ പറ്റില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു നുള്ളുപ്പ് മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ചൂടാക്കിയ നെയ്യ് കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഒന്ന് ചൂട് ആറി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒഴിച്ചിട്ട് അവിടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് പിടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി പ്രോസസ്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പിടിക്കാൻ കിട്ടണം. പക്ഷെ കണ്ടില്ലേ, ഇത് ഇപ്പോഴും നമ്മുടെ കൺസിസ്റ്റൻസി ആയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്കിത് പിടിക്കാൻ കിട്ടണം. അല്ലാതെ നമുക്ക് ടീസ്പൂൺ അളവിൽ നെയ്യിൻ്റെ അളവ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പൊടിച്ചെടുത്ത കൺസിസ്റ്റൻസി ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു ഉണ്ട ഇവിടെ പിടിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ഫേമായിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഇത് ഉണ്ട പിടിക്കണം, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. പക്ഷെ വൺസ് ഇത് ഉണ്ട ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്രേക്ക് ആവില്ല. കാരണം ആ ചൂട്ടോടെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ബ്രേക്ക് ആവില്ല. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് നല്ലോണം ഉള്ളം കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് ബോളാക്കുക. ഇത് നമുക്ക് 1 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.
പുറത്തിരുന്നാലും കേടാവില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. നമുക്ക് നന്നായിട്ടിത് ബോളാക്കാൻ പറ്റി. നല്ല ടൈറ്റായിട്ടിത് റോൾ ചെയ്തെടുത്താൽ ഇത് ബ്രേക്ക് ആവില്ല. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം കൂടി റോൾ ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കില്ലാതെ എനിക്ക് ഒരിക്കലും തുടരാൻ പറ്റില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ലഡ്ഡു എല്ലാം ബോളാക്കിയിട്ടുണ്ട്. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടുകടല ലഡ്ഡു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. പ്രോട്ടീൻ റിച്ചും അയൺ റിച്ചും ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.